വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാലൈസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു നൊസ്റ്റാൾജിക് ഐറ്റം അല്ലേ, സേമിയ പാലൈസ്. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് ക്യാമിയോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് സേമിയ പാലൈസിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഫുൾ ഫാറ്റ് പാൽ എടുത്തിട്ടുണ്ട്, പാൽപ്പൊടി, സേമിയ, കണ്ടൻസ് മിൽക്ക്, പഞ്ചസാര, കോൺഫ്ലോർ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാവേ. ഒരു സോസ് പാൻ എടുക്കാം. 3 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ ഫാറ്റ് പാലാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം മധുരമേ ഉള്ളൂ കേട്ടോ. മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര ഒരു 4-5 സ്പൂൺ ഇടണേ. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാവേ. ഒട്ടും ലംസ് ഇല്ലാതെ ഈ പാൽപ്പൊടിയൊക്കെ ഒന്ന് യോജിക്കട്ടെ. നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാക്കിയെടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്യണേ. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയാൽ മതി. റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാവേ. പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാവേ. പാല് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സേമിയ കുക്കായിട്ടുണ്ട്. ഇതൊരു ലേശം ഇങ്ങനെ ഒരു വെള്ളമായം പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് കോൺഫ്ലോർ സ്ലറി ഒന്ന് ആഡ് ചെയ്യാവേ. ഇത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ട്. 2 ടേബിൾ സ്പൂൺ പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ കുറുകിയിട്ടുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെ മോൾഡ്സിലേക്കൊന്ന് മാറ്റിയെടുക്കാവേ. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചൂടാറുന്നതിന് മുമ്പ് നമുക്കിത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ചൂടായി കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് കട്ടിയായി പോവും. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് അടച്ചു വെച്ചു. ഇനി നമുക്കിത് ഇതുപോലത്തെ പോപ്സിക്കിൾ സ്റ്റിക്സ് കിട്ടും. വെച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ മോൾഡൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ നോർമൽ കപ്സ് ഇല്ലേ, ഡിസ്പോസിബിൾ കപ്സിലൊക്കെ ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സേമിയ പാലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തരിക. വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി. ബൈ.